അഡ്വക്കേറ്റ് വി ആർ അനു, ഇതിനകത്ത് ഡോക്ടർ പി കെ ഗോപൻ ഒരു മിനിറ്റ് ഞാൻ വരാം. ഡോക്ടർ പി കെ ഗോപൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് മുഖ്യമന്ത്രിയും പറഞ്ഞത്, ആരാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംരക്ഷിച്ചു നിർത്തുന്നത്, ആരാണ് ഈ MLA ഒളിവിൽ കഴിയാൻ സഹായിക്കുന്നത്, ആരുടെ സംരക്ഷണയിലും തണലിലുമാണ് ഈ ദിവസങ്ങളിലൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ പിടിച്ചു നിന്നത് എന്നതാണ്. ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഇപ്പോൾ 8 ദിവസത്തിന് ശേഷവും പിടികൂടാൻ പറ്റാതെ നിൽക്കുന്ന സമയത്ത് ആ ഫോണിൻ്റെ റിംഗ് ടോൺ വരിക സാഹചര്യം എന്നാണ്. അതായത് പോലീസിനെയും സംവിധാനങ്ങളെയും വെല്ലുവിളിക്കുന്ന തരത്തിൽ രാഹുലിൻ്റെ ആ റിംഗ് ടോൺ, അങ്ങനെ ഒരു അർത്ഥം കൂടി അതിനകത്തുണ്ട് എന്നൊക്കെ പറയുന്നു. ഏതായാലും ശ്രീ വി ആർ അനൂപ്, ഇതിൽ പ്രധാനപ്പെട്ട ഭാഗം കർണാടകയിലാണ് രാഹുൽ പോയതെങ്കിൽ അവിടെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമാണ്, അവിടെ ആ സംരക്ഷണം ഉറപ്പാക്കിയിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പോയിരിക്കുന്നതെന്നാണ്. നിങ്ങൾ പറയുന്നു ബോധപൂർവം കേസ് ലൈവായി നിൽക്കാൻ വേണ്ടി ഈ സർക്കാർ കണ്ണടച്ചു കൊടുക്കുന്നു എന്നാണ്. എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ആരോപണം ഉന്നയിക്കാൻ കഴിയുക? ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഇങ്ങനെ കത്തിച്ചു നിർത്തിയത് കൊണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇല്ലാതാകും എന്ന് കോൺഗ്രസ് ധരിക്കുന്നുണ്ടോ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്? അതിലേക്ക് വരാം ഗോപികൃഷ്ണൻ. ഞാൻ കോൺഗ്രസിനെ കുറിച്ചുള്ള ആരോപണങ്ങൾക്കൊക്കെ ഞാൻ നിശ്ചയമായും മറുപടി പറയും. അതിനു മുമ്പ് ഈ ചർച്ചയിൽ ഗോപികൃഷ്ണൻ നിശ്ചയമായും ഇടപെടേണ്ടിയിരുന്ന ഒരു ഭാഗമുണ്ട്. ഇദ്ദേഹം പറഞ്ഞത് എന്താ? CPM-ന്റെ പ്രതിനിധി ഡോക്ടർ ഗോപൻ പറഞ്ഞത് എന്താ? മുകേഷിനെതിരെ പരാതി കൊടുത്ത പരാതിക്കാരിയുടെ ട്രാക്ക് റെക്കോർഡ് ശരിയല്ലെന്നാ അതിജീവിതക്കെതിരായുള്ള പരാമർശം നടത്തിയത്. അതിജീവിതയെ ഒരു ചാനൽ ചർച്ചയിൽ കീറിമുറുക്കി അദ്ദേഹത്തിന് എന്താണ് അധികാരം? രാഹുൽ ഈശ്വർ ചെയ്ത അതേ കാര്യമല്ല അദ്ദേഹം ചെയ്തത്. താങ്കൾ അത് കേട്ടുകൊണ്ടിരിക്കാൻ പാടില്ലായിരുന്നു. ഒരു മിനിമം എത്തിക്സ് ഒരു ചർച്ചയിൽ ഇത്തരം ഒരു കേസ് കൈകാര്യം ചെയ്യുമ്പോൾ ഒരു പൊതു മാനദണ്ഡമല്ലേ? പരാതിക്കാരിയെ അധിക്ഷേപിച്ചിരിക്കുകയാണ്. പരാതിക്കാരിക്കെതിരെ, മുകേഷിനെതിരെ പരാതി കൊടുത്ത പരാതിക്കാരിയുടെ ട്രാക്ക് റെക്കോർഡ് ശരിയല്ല എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. ഗുരുതരമായ കുറ്റകൃത്യമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളതെന്ന്. അത് തിരുത്തണം അദ്ദേഹം. ഈ ചർച്ചയിൽ തന്നെ തിരുത്തണം. നിങ്ങൾ ഇടപെടേണ്ടതായിരുന്നു. കൃത്യമായി രാഹുൽ ഈശ്വർ ആവർത്തിക്കുമ്പോഴാണ് ഇവിടെ എന്ത് സംശയം? അദ്ദേഹം ആ പരാമർശം പിൻവലിക്കാൻ അല്ല, മുകേഷിനെതിരായ പരാതി നൽകിയ ഉണ്ട്. അല്ല, മുകേഷിനെതിരെ പരാതി നൽകിയ അതിജീവിതയെ കുറിച്ച് താങ്കൾ നടത്തിയ പരാമർശമാണ്. മുകേഷിനെതിരെ, ഞാൻ ആവർത്തിക്കുന്നു, മുകേഷിനെതിരെ പരാതി കൊടുത്ത വനിത, അവരുടെ പേരിൽ നിലവിൽ പോക്സോ കേസുണ്ട്. അവർ 7 or 8 സിനിമ ആക്ടേഴ്സിൻ്റെ എതിരായി പരാതി കൊടുത്തിട്ടുണ്ട്. അവർ മുകേഷിനോട് പൈസ ആവശ്യപ്പെട്ടതിൻ്റെ ഫോൺ സന്ദേശം പുറത്തു വന്നിട്ടുണ്ട്. ആ ട്രാക്ക് റെക്കോർഡറാ, അവരുടെ വേറെ ഒരു സഞ്ചാരത്തിൻ്റെ ട്രാക്ക് റെക്കോർഡറില്ല. കേസുമായി ബന്ധപ്പെട്ട് ആ ട്രാക്ക് റെക്കോർഡ് തെറ്റല്ല. ഇതൊക്കെ സ്ത്രീ അല്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ഉന്നയിച്ചിരിക്കുന്നത്. ഇതാണ് വിഷയം. ഇത് ബഹുമാനപ്പെട്ട ഡോക്ടർ ഗോപൻ, ഇതൊരു കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമാണ്. കോടതി വിലയിരുത്തേണ്ടതാണ്. അതിനകത്ത് ഒരു പരാതിക്കാരിയെ കീറി മുറിക്കാനുള്ള അവകാശം നിങ്ങൾക്കില്ലാന്നേ. നിങ്ങൾ ആരാണ് മറ്റൊരാളുടെ സ്വഭാവ നിരൂപണം നടത്താനുള്ളത്? ഈ പരാതിക്കാരിക്കെതിരെ ഒരു പോക്സോ കേസ് ഉണ്ട് എന്നതാണ്. പോക്സോ കേസ് ഉണ്ട്. അത് മാത്രമാണല്ലോ അദ്ദേഹം പറഞ്ഞത്. അത് മാത്രമാണോ അദ്ദേഹം പറഞ്ഞത്? അത് ശരിയല്ല. സാങ്കേതികമായി അവർക്കെതിരെയുള്ള കേസല്ലല്ലോ പറഞ്ഞത് ഡോക്ടർ പി കെ ഗോപൻ. അങ്ങനെ താങ്കൾ തിരുത്തുമോ ഡോക്ടർ പി കെ ഗോപൻ? അതായത് അവർക്കെതിരായ കേസുണ്ടെന്ന് പറയാം, പക്ഷെ അതേസമയം തന്നെ ഇവിടെ ശ്രീ അനു പറഞ്ഞതുപോലെ ഇതിൽ പരാതിക്കാരായ അവരുടെ വ്യക്തിത്വത്തെയോ അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റ രീതികളെയോ സ്വഭാവത്തെയോ ഒന്നും വിമർശിക്കുന്ന അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു പരാമർശം താങ്കളുടെ ഭാഗത്തുനിന്നുണ്ടാവാൻ പാടില്ല. ഇല്ല അത്രയും ഞാൻ പറഞ്ഞു. പരാമർശം എന്റെ ഭാഗത്തില്ല. അവരുടെ പേരിൽ ഇന്ന സംഭവങ്ങൾ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. മറ്റേത് തെറ്റുണ്ടായിരുന്നു ഉത്തരവാദിയല്ല. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ട്രാക്ക് റെക്കോർഡ് ശരിയല്ല. ഞാനും ആ ഭാഗത്തിൽ താങ്കൾ ഈ പോക്സോ കേസിന്റെ ഭാഗമാണ് ഞാനും ശ്രദ്ധിച്ചത്, ഞാനും കേട്ടത്. ആ പോക്സോ കേസിന്റെ ഭാഗം പറഞ്ഞ കാര്യങ്ങളാണ്. അത് ശ്രീ അനു പറഞ്ഞതുപോലെ ട്രാക്ക് റെക്കോർഡ് ശരിയല്ല എന്ന് പറയുന്ന ആ പരാമർശം തിരുത്തേണ്ടതാണ്. റെക്കോർഡിനെ നിങ്ങൾ മറ്റൊരു അർത്ഥത്തിൽ കാണണ്ട. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. പറയൂ. ഞാൻ പറയട്ടെ. എന്താ ചെയ്യാ ഇങ്ങനെ പറഞ്ഞ? ഇത്ര അസ്വസ്ഥത എന്തിനാ? ഞാൻ ആ വനിതയെക്കുറിച്ച് പറഞ്ഞത്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി പരാതി പറഞ്ഞ ഒരു സ്ത്രീയും മറ്റൊരു പുരുഷനെതിരെ പരാതി പറഞ്ഞിട്ടില്ല. ഉണ്ടോ?
നേരെ മറിച്ച് മുകേഷിനെതിരായിട്ട് ഞാൻ മുകേഷിനെ ന്യായീകരിക്കാനേ പോകുന്നില്ല. മുകേഷ് എന്നല്ല, ഒരു ഇത്തരം കേസിൽ പെടുന്ന ആളുകളെ ന്യായീകരിക്കുക നമ്മുടെ ആരുടെ ഉത്തരവാദിത്വമല്ല. നമുക്കൊന്നുമില്ല, അതൊക്കെ ചെയ്തവരനുഭവിക്കുക എന്നുള്ളതേ ഉള്ളൂ, ഞാനായാലും നിങ്ങളായാലും. ഞാൻ പറഞ്ഞു വന്നത്, മുകേഷിനെതിരെ പരാതി കൊടുത്ത ആള് നിരവധി സിനിമ ആക്ടേഴ്സിനെതിരെ പരാതി കൊടുത്തു. മാത്രമല്ല കോൺഗ്രസിന്റെ ഒരു നേതാവിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ പേരുൾപ്പെടെ പറയാ, പരാതി കൊടുത്തതാ. അല്ലല്ല, ഇവിടെ ശ്രീ അനു പറഞ്ഞൊരു ഭാഗം അവരുടെ ട്രാക്ക് റെക്കോർഡ് ശരിയല്ല എന്ന് പറഞ്ഞ ഭാഗം തിരുത്തണമെന്നുള്ളതാണ്. അതിനകത്ത് അദ്ദേഹം പറഞ്ഞ ഒരു ബാഡ് കൊണോട്ടേഷൻ ഉണ്ട്, അതുകൊണ്ടാണ് അത് തിരുത്തണമെന്ന് പറയുന്നത്. ഞാൻ അത് ക്ലിയർ ചെയ്യാം ഗോപികൃഷ്ണ, അത് ക്ലിയർ ചെയ്യാം. ട്രാക്ക് റെക്കോർഡ് എന്ന് പറഞ്ഞത് ഏതെങ്കിലും തരത്തിലുള്ള ലൈംഗിക, ഞാൻ പറയട്ടെ, ലൈംഗിക അബദ്ധസഞ്ചാരത്തിന്റെ ഒരാരോപണവും എനിക്കില്ല അവരെ സംബന്ധിച്ച്. കാരണം എനിക്ക് അറിയാൻ വയ്യാത്തൊരു കാര്യം ആരോപിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ധാരണയുണ്ടെങ്കിൽ തിരുത്തിക്കൊള്ളുക, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, അത്രയേ ഉള്ളൂ. അല്ല, താങ്കൾ അതിനകത്ത് പറഞ്ഞൊരു ഭാഗം പോക്സോ കേസ് അവർക്കെതിരെ വന്ന ഭാഗമാണ്. അതാണ് ഞാൻ ആ ഭാഗമായതുകൊണ്ടാണ് ശ്രീ അനൂപ്, ആ ഭാഗം അദ്ദേഹം പറഞ്ഞതിലെ കാര്യങ്ങളിലാണ് ഞാൻ നിന്നത്. താങ്കൾ പറഞ്ഞതുപോലെ അല്ലാതെ അതന്നെ ഞാൻ പറഞ്ഞ ട്രാക്ക് റെക്കോർഡ് എന്നത് അനൂപ് സൂചിപ്പിച്ചത് വളരെ ശരിയായ കാര്യമാണ്. അത്തരം ഒരു പദപ്രയോഗം ഈ അതിജീവിതയുടെ കാര്യത്തിൽ ഉണ്ടാകാൻ പാടില്ല. അത് അദ്ദേഹം പറഞ്ഞ ശരിയാണ്. ഞാൻ വരാം ശ്രീ അനൂപ്, ബാക്കി കാര്യങ്ങൾ, ബാക്കി താങ്കളുടെ മറുപടി. അല്ല, ബാക്കി കാര്യം അദ്ദേഹം കോൺഗ്രസിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇപ്പോൾ വ്യക്തികൾ ചെയ്യുന്ന, ഇപ്പോൾ പി ശശി, അദ്ദേഹം പറയുന്നത് പി ശശി ചെയ്തത് ഗുരുതരമായ കാര്യമല്ല എന്നാണ്. കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് അറിയാലോ. അദ്ദേഹത്തിനെതിരെ ഈ പറഞ്ഞതുപോലെ ഒരു പരാതിയല്ല. സഖാവായ സ്വന്തം കമ്മിറ്റിയിൽ സഹപ്രവർത്തകനായ DYFI നേതാവിൻ്റെ ഭാര്യയ്ക്കെതിരെ, ഭാര്യയാണ് ഒരു സ്ഥാനത്ത്, ഒരു മുൻ MLA മകളാണ്. അവർക്കൊക്കെ പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാലോ. ഈ പരാതി ഉന്നയിച്ച സ്ത്രീകളൊന്നും അവിടെ പിന്നീട് ഉണ്ടായിട്ടില്ല. CPM ഉണ്ടായിട്ടില്ല, പൊതുരംഗത്തും ഉണ്ടായിട്ടില്ല. അവിടെയാണ് ഞാൻ കോൺഗ്രസിന്റെ കാര്യം പറയുന്നത്. കോൺഗ്രസ് ഈ വിഷയത്തിലെടുത്ത നിലപാടെന്താ? പരാതിക്കാരികളുടെ കൂടെയാണ് കോൺഗ്രസ് നിന്നതെന്നേ. നമ്മളിതൊക്കെ പറയുമ്പോഴും നിങ്ങൾക്ക് കോൺഗ്രസിന് വിമർശിക്കാം, കോൺഗ്രസ് എടുത്ത നടപടികൾ അപര്യാപ്തമാണെന്ന് പറയാം. പക്ഷേ ഈ പരാതിക്കാരികൾക്ക് പരാതിയുമായി മുന്നോട്ട് പോകാനുള്ള സാഹചര്യം സൃഷ്ടിച്ചത് ആരാ? കോൺഗ്രസ്സാ. കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി എടുത്തതുകൊണ്ടാണ് ഇവർക്ക് ആത്മവിശ്വാസം ഉണ്ടായത്. കോൺഗ്രസ് പോലൊരു പാർട്ടി പിന്നിലില്ല. ഇയാൾ ഒരു വ്യക്തിയാണ്, ഒറ്റപ്പെട്ട വ്യക്തിയാണ്. അതുകൊണ്ട് ഇയാൾക്കെതിരെ ആദ്യഘട്ടത്തിൽ പരാതി കൊടുക്കാൻ തയ്യാറാവാതിരുന്ന പരാതിക്കാരികൾ പിന്നീട് എന്തുകൊണ്ടാണ് പരാതി കൊടുത്തത്? ഞങ്ങൾ ഓൺ ചെയ്യാത്തതുകൊണ്ടാണെന്നേ. മറിച്ച് CPM ഇത്ര സന്ദർഭങ്ങൾ സ്വീകരിച്ച നിലപാടെന്താ? പിന്നെ ഇദ്ദേഹം ഇപ്പോഴും പറയുന്നുണ്ടല്ലോ, വലിയ വായന അദ്ദേഹം പറയുന്നത് ഒരു നിവൃത്തിയുമില്ലാതെ കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചപ്പോഴാണെന്ന്. ഞാൻ പറയുന്നത് കോടതി മുൻകൂർ ജാമ്യം നിഷേധിക്കുകയല്ല, അറസ്റ്റ് ചെയ്യപ്പെട്ട ശബരിമല കേസിലെ പ്രതികളെ ഇപ്പോഴും പുറത്താക്കേണ്ടതില്ല, വിചാരണ കഴിയട്ടെ എന്ന് പറയുന്ന പാർട്ടി അവര്. അപ്പോൾ ഒരു കാര്യത്തിൽ രണ്ട് നിലപാട് ശരിയല്ല. ഞങ്ങൾ പറയുന്നില്ലേ, ഞങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവർ ആരായാലും ഞങ്ങളുടെ പാർട്ടി കമ്മിറ്റി കൂടി ചെയ്തതൊന്നുമല്ലല്ലോ. ഞങ്ങൾ അതിനെ തള്ളി പറയുന്നു. അതിനകത്ത് വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ പോസിറ്റീവായി തന്നെ ഉൾക്കൊള്ളും. പക്ഷെ അത് വിമർശിക്കാനുള്ള ധാർമ്മിക ശുദ്ധിയൊന്നും CPM പോലുള്ള പാർട്ടിക്കില്ല. ലൈംഗിക കേസുകളെ കുറിച്ചൊരു വിശദമായ ചർച്ച ചെയ്യാൻ തയ്യാറാ. പോക്സോ കേസിൽ പ്രതികളായ കേരളത്തിലെ ഏറ്റവും കൂടുതൽ അംഗങ്ങളായിട്ടുള്ള പാർട്ടി CPM ആ. അത് വിചാരിച്ച് മിസ്റ്റർ ഗോപൻ ഉൾപ്പെടെയുള്ള CPM-കാർ ലൈംഗിക CPM ആണ് എന്നൊന്നും ഞാൻ പറയില്ല. അത് അങ്ങേയറ്റം ഒരു പാർട്ടിയുടെ രാഷ്ട്രീയത്തെ തന്നെ റദ്ദ് ചെയ്യുന്ന തരത്തിലുള്ള പരാമർശം നടത്തിയത്. അപ്പൊ ഞാൻ പറയുന്നത്, നിങ്ങൾ പറഞ്ഞോ കോൺഗ്രസിനെ കുറിച്ചൊന്നും പറയണ്ട, അത് പറഞ്ഞാൽ അതേ ഭാഷയിൽ തിരിച്ചു പറയാൻ എനിക്കറിയാം. CPM-ലെ ഗൂഗിൾ ചെയ്താൽ മതി. പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട CPM-ന്റെ മലപ്പുറത്തൊരു അധ്യാപകൻ ഓരോ സ്ഥലത്തും ഉണ്ട്. അത് മാത്രമല്ല, പോക്സോ കേസിൽപ്പെട്ട സംഘപരിവാറുകാരനായ പാലത്തായിലെ പത്മനെ സംരക്ഷിച്ച പാർട്ടിയാണ് നിങ്ങളത്. അപ്പൊ അത് ഈ മൊറാലിറ്റിയുടെ ട്യൂഷൻ ക്ലാസ് ഒന്നും എടുത്ത് ഇങ്ങോട്ട് വരണ്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.